സൂറത്തുൽ ഹുജറാത്ത് വചനം 1. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദൈല്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ് ഇന്നല്ലാഹ സമീഉൻ അലീം. വാക്കർത്ഥം: യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ വിശ്വസിച്ചവരെ, ലാ തുഖദ്ദിമൂ, നിങ്ങൾ മുൻകടന്ന് പ്രവർത്തിക്കരുത്, ബൈന യദൈല്ലാഹി, അല്ലാഹുവിന്റെ മുമ്പിൽ, വറസൂലിഹി, അവന്റെ റസൂലിന്റെയും, വത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുവീൻ. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, സമീഉൻ, കേൾക്കുന്നവനാണ്, അലീം, അറിയുന്നവനാണ്. ഹേ വിശ്വസിച്ചവരെ, അല്ലാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും മുമ്പിൽ നിങ്ങൾ മുൻകടന്ന് ഒന്നും പ്രവർത്തിക്കരുത്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുവീൻ. നിശ്ചയമായും അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്, അറിയുന്നവനാണ്. വിശദീകരണം: സത്യവിശ്വാസികളെ എന്ന സംബോധനയോടുകൂടി ആരംഭിക്കുകയും ഇടയ്ക്കിടെ ആ സംബോധന ആവർത്തിക്കുകയും ചെയ്യുന്ന ഈ സൂറത്തിലെ മിക്ക വിഷയങ്ങളും മുസ്ലിം സമുദായത്തെ അഭിമുഖീകരിക്കുന്നവയാകുന്നു. ഏതൊരു കാര്യമായാലും ആ കാര്യം ഇന്ന പ്രകാരമായിരിക്കണമെന്ന് അല്ലാഹുവും റസൂലും തീരുമാനമെടുക്കുന്നതിന് അഥവാ അല്ലാഹുവിന്റെ വിധി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖേന ലഭിക്കുന്നതിന് മുമ്പായി സത്യവിശ്വാസികൾ അതിൽ തീരുമാനവും നടപടിയും എടുക്കുവാൻ പാടില്ലെന്ന് അല്ലാഹു കൽപ്പിക്കുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ ഒരു സത്യവിശ്വാസി അങ്ങനെ ചെയ്യുന്നത് അല്ലാഹുവിനോടും റസൂലിനോടും കാണിക്കുന്ന അനാദരവും അവിവേകവുമാണെന്ന് വ്യക്തമാണല്ലോ. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭാവത്തിൽ മതസംബന്ധമായ ഏതൊരു കാര്യത്തിലും ഖുർആന്റെയും സുന്നത്തിന്റെയും വിധി അന്വേഷിക്കാതെ ആർക്കും സ്വന്തമായൊരു വിധി ഉണ്ടായിരിക്കുവാൻ പാടില്ലെന്നുള്ള വസ്തുതയും ഈ കൽപ്പനയിൽ അടങ്ങിയിരിക്കുന്നു. യമനിലെ മുസ്ലിങ്ങൾക്ക് മതകാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുവാനായി മുആദ് ബിനു ജബൽ റളിയല്ലാഹുവിനെ അയച്ച അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, താൻ എന്തുകൊണ്ടാണ് അഥവാ ഏതിനെ ആസ്പദമാക്കിയാണ് വിധി കൊടുക്കുക? മുആദ് റളിയല്ലാഹു പറഞ്ഞു, അല്ലാഹുവിന്റെ ഗ്രന്ഥം കൊണ്ട്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ കണ്ടെത്തിയില്ലെങ്കിലോ? മുആദ് റളിയല്ലാഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ചര്യ കൊണ്ട്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിലും കണ്ടെത്തിയില്ലെങ്കിലോ? മുആദ് റളിയല്ലാഹു, ഞാൻ എന്റെ അഭിപ്രായം ആരാഞ്ഞെടുക്കും. അപ്പോൾ തിരുമേനി അദ്ദേഹത്തിന്റെ നെഞ്ചിന് കൈ കൊട്ടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ ദൂതന് അല്ലാഹുവിന്റെ റസൂൽ തൃപ്തിപ്പെടുന്ന കാര്യത്തിലേക്ക് സഹായം ചെയ്തു കൊടുത്ത അല്ലാഹുവിന് സ്തുതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സത്യവിശ്വാസികൾ എത്രമാത്രം ബഹുമാനത്തോടും മര്യാദയോടും കൂടി പെരുമാറേണ്ടതുണ്ടെന്ന് അടുത്ത ഒരേ ഒരു വചനത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്.